എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, റോയ് സാറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനനം ഗുരുവായൂരാണ്, പിന്നെ എറണാകുളത്ത്, അതുപോലെ തന്നെ ബാംഗ്ലൂർ. പക്ഷേ ഒരു ക്രിസ്ത്യാനി മരിച്ചാൽ ആ ക്രിസ്ത്യാനിനെ പള്ളിയിലാണ് അടക്കം ചെയ്യുന്നത്. ഇത് ശുശ്രൂഷയൊക്കെ നടത്തി, പള്ളിയിൽ നടത്തി, അവിടുന്ന് മൃതദേഹം കൊണ്ടുവന്നു ഒരു അദ്ദേഹത്തിന് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട, അദ്ദേഹം താമസിക്കാൻ ആഗ്രഹിച്ച റിസോർട്ടിലാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്തത്. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചൊരു പിടുത്തം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ നിയമപ്രകാരം സെമിത്തേരിയിലാണ് അടക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ പള്ളി സെമിത്തേരിയിൽ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു കുഴിയുണ്ട്, അവിടെയാണ് അടക്കം ചെയ്യാറ്. പക്ഷേ പിന്നെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കാശുകാരും സമൂഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ തെമ്മാടിക്കുഴിയിൽ കൊണ്ട് അടക്കണത് ഒരു പ്രശ്നമായിട്ട് മാറി. അങ്ങനെ തെമ്മാടിക്കുഴി ഇല്ലാണ്ടായി, അവരെ സാധാരണ അടക്കണ സ്ഥലത്ത് തന്നെ അടക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞ ക്രിസ്തീയ ഒരു നിയമപ്രകാരം റോയ് സാറെ അടക്കേണ്ടത് സെമിത്തേരിയിലാണ്. അപ്പോൾ അത് കുടുംബ കല്ലറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആ കുടുംബത്തിലുള്ളവരെല്ലാവരും മരിക്കുമ്പോൾ അതേ ഒരു കല്ലറയിലാണ് എല്ലാവരും അടക്കം ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ ഉണ്ടായത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും റോയ് സാറിൻ്റെ വീട്ടുകാരും ആ പള്ളിക്കാരും എല്ലാവരും കൂടി സമ്മതിച്ചിട്ടായിരിക്കാം ഇവിടെ അടക്കിയത്. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഇതൊരു തുടർക്കഥയായ എന്ത് ചെയ്യും, ഇങ്ങനെ ആൾക്കാരിങ്ങനെ പൊതുവെ ഇത്രയും വലിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മരിക്കുമ്പോൾ ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് ആ അദ്ദേഹത്തിനെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സെമിത്തേരി അവിടെ വെറുതെ കാലിയായിട്ട് കിടക്കില്ലേ എന്നാണ് എനിക്കൊരു സംശയം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് അതെന്തോ ആവട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യം, നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി, ഒരു വിഷമം തോന്നി. ഇത്രയും വലിയൊരു റോയ് സാർ, ഒരുപാട് നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന് പള്ളിയിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു വലിയൊരു സ്മാരകമായിട്ട് നമുക്ക് പണിയാം. ഇവിടെയും പണിയും, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാണ്, അത് അവിടെ എന്താവട്ടെ. പക്ഷേ ഈ നമ്മുടെ ശുശ്രൂഷ ചടങ്ങുകളും അതുപോലെ തന്നെ ശവസംസ്കാര ചടങ്ങുകളും നടക്കുമ്പോൾ റോയ് സാറിന് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്ത്യ നിറഞ്ഞു നിൽക്കുന്നതും പുറത്ത് ലോകം വരെയുള്ളതാണ്. അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. റോയ് സാറിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് തിന്നിട്ടും ഒരുപാട് പൈസയും വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും ഒരുപോലെ മെയ്യായിട്ട് നടന്ന ആൾക്കാർ പോലും